ഹായ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേപോലെ തന്നെ ഗൾഫ് മാധ്യമത്തിന്റെ ഒരു സ്പോൺസർഷിപ്പില് നമ്മളെ ആസിഫ് അലി, നിഖില വിമൽ ഇവരൊക്കെ വരുന്ന ഒരു പ്രോഗ്രാം ദമാമില് വന്നിട്ടുണ്ട്. അപ്പോ ജമാമില് ഏതോ ലൈഫ് ഏതാ പാർക്കിന്റെ പേര്? ദമാം ലൈഫ് പാർക്ക് എന്ന് പറഞ്ഞ പാർക്കില് നമ്മളെ എന്താണ് പരിപാടി, അധികം ടിക്കറ്റ് ഒന്നും വെച്ചറാ. അപ്പൊ നമ്മൾ നാലാളാണ് പോണത്. അതില് നിയാദ് ഇന്നില്ല, നിയാദ് വേറെ ആരോ കാണാൻ പോവാണ്. ഇതാണ് നമ്മളെ പോവാനുള്ള ടിക്കറ്റ്. പ്ലാറ്റിനം ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് 350 റിയാലിന്റെ. പിന്നെ ദമാമിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം ഉള്ളത്. ദമാമ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ടാണ് ഇപ്പൊ ഈ പാർക്ക് വരുന്നത്. അപ്പൊ അവിടേക്കുള്ള പോവാനുള്ള തയ്യാറെടുപ്പിൽ നസീബ് എന്ന് പറഞ്ഞ നമ്മളൊരു ദോസ്ത് ഉണ്ട്, അവനെ കാത്തിട്ടുള്ള അവന്റെ വണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പൊ ക്ലൈമറ്റ് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നത്, അധികവും എല്ലാവരും കൂട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സുഹൈൽ അവിടെ ചായ അടിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ ഒരു ചെറിയ കാലിച്ചായ അടിക്കണം എന്നുണ്ട്, അത് ഞാൻ മേടിക്കാൻ പോവാണ് ബൂത്തിലേക്ക്. അപ്പോ ഈ നസീബിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ചായ മേടിച്ചിട്ട് നമ്മള് ദമാമത്തെ ഈ പരിപാടിക്ക് പ്രോഗ്രാമിന് പോകുന്നതായിരിക്കും. അപ്പോൾ ജാക്കറ്റ് ഒക്കെ കീപ്പ് ചെയ്തിരിക്കുന്ന, ക്ലൈമറ്റ് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് തണുപ്പ് കൂടി വരുന്നുണ്ട്. ഇന്നലെ രാവിലെ പെയ്ത ഒരു മഴയില് തണുപ്പ് ചെറുതായിട്ടൊന്ന് കൂടിയിരിക്കണ്. അപ്പോൾ ജാക്കറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ പരിപാടിന്റെ ടിക്കറ്റ്. ഗൾഫ് മാധ്യമത്തിന്റെ എന്തോ ഒരു സംഭവമായിട്ട്, നമ്മൾ എന്താ സംഭവം എന്നൊന്നും കറക്റ്റ് ആയിട്ട് നമുക്കറിയില്ല. പരിപാടി ഉണ്ട്. ടിക്കറ്റ് എടുത്ത് 350 റിയാല് പ്ലാറ്റിനം ടിക്കറ്റ് എടുത്ത് ഏകദേശം നമുക്ക് കാണും എന്ന് പ്രതീക്ഷിക്കാം. ആസിഫ് അലിനൊക്കെ കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ടിക്കറ്റ് എടുത്ത് പരിപാടിക്ക് പോവാണ്. നമ്മളെ ചെക്കൻ നസീബ് വണ്ടിയിട്ട് വന്നിട്ടുണ്ട്. റേഞ്ചറായിട്ട്, ഫോർഡ് റേഞ്ചറായിട്ട് വന്നിട്ടുണ്ട്. അതോ സിനിമ സ്റ്റൈലിലുള്ള എൻട്രി. വാവ് നസീബ. എന്നിട്ട് നമ്മളെ ചെക്കൻ നസീബ് ഒന്ന് പരിചയപ്പെടുത്തിക്കാം. എവിടെ സ്ഥലം? നസീബ് എവിടെയാണ് സ്ഥലം ചോദിക്കുമ്പോ നസീബ് എന്നറിയാം. തുബ്ബയിലെ നാട്ടിലെവിടെ? നാട്ടില് മലപ്പുറം. നാട്ടില് മലപ്പുറം എവിടെയാണ്? മക്കരപ്പറമ്പ്. അപ്പൊ എന്റെ കമ്പനി പേരുണ്ട് സ്പെക്ട്ര എനർജിയില്. ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാട്ടാ. അപ്പൊ സ്നേഹിതനാണ്. നമ്മളെ ഒരുവിധം കറക്കം ഇവന്റെ റേഞ്ചർ ആയിട്ടാണ്. ഇവന്റെ റേഞ്ചർ എടുത്തിട്ടാണ് നമ്മളെ കൂടുതൽ കറക്കം കൂടുതലും ഉണ്ടായത്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിലുള്ള സ്റ്റാർട്ടിങ്ങും ഇവന്റെ റേഞ്ചറിലാണ്. റേഞ്ചർ സാഹിബ് വണ്ടി ഓടിച്ചോണ്ടിരിക്കണേ. ബാക്കിൽ നിയാദില്ലല്ലോ പരിപാടിക്ക്. നിയാദിനെ കൊണ്ടുപോല. നിയാദിനെ ഇതൊന്നും ഇഷ്ടമല്ല, അങ്ങനത്തെ പരിപാടികളൊന്നും നിയാദിന് ഇഷ്ടമല്ല. അപ്പൊ നിയാദിനെ ഞങ്ങളെ ബൈക്കിൽ തട്ടും. തമാമില് പോയിട്ട് അവിടെ പോയിട്ട് എന്തോ തിരക്കലുണ്ട്, നമുക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും നടക്കട്ടെ, അവന്റെ പരിപാടി. ഇതാണ് ദമാം ജുബൈൽ ദഹ്റാൻ ഹൈവേ. ഏകദേശം നമുക്ക് പോകാനുള്ളത് എത്ര കിലോമീറ്റർ ഉണ്ടാ? 20 കിലോമീറ്റർ അല്ലേ? ഇവിടുന്ന് 16 കിലോമീറ്റർ, 13 മിനിറ്റിലെ ഓട്ടം ഇവിടെ ഉണ്ട്. അപ്പൊ ക്ലൈമറ്റ് മാറിയോണ്ടാണ് ഈ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. 5 മണിയായിട്ടുള്ളൂ. 5 മണിയാകുമ്പോൾ ഇപ്പൊ ഇരുട്ടായിട്ടുണ്ട്. ഇവിടെ ക്ലൈമറ്റില് തണുപ്പ് കൂടിയിരിക്കണേ. ഇന്നലെ രാവിലെ അല്ലട മഴയത്. ഇന്നലെ രാവിലെ മഴയത് ഇന്ന് പെയ്തിട്ടില്ല. പക്ഷെ ഭയങ്കര തണുപ്പ് ഇങ്ങനെ കൂടിയായിരുന്നു. അത് വിട്ട് അണ്ടർപാസ് ആട്ടാ. അണ്ടർപാസിൽ 90 കിലോമീറ്റർ അല്ലേ അതിന്റെ സ്പീഡ്? 80 90 അതിന്റെ അടിപൊളി. റേഞ്ചർ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ഓടിക്കാനുണ്ട്. ഞാനിപ്പോ ഓടിക്കാത്ത റേഞ്ചറാണ്. ഇല്ല, നസീബിന്റെ അടുത്ത് ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി കിട്ടും എന്ന് വിചാരിക്കുന്നത്. ഇനി കൊടുക്കാതിരുന്നാല് നസീബിനാണ് അതിന്റെ മോശം. ഇത് ആ പാലത്തിന് മേലെ കൂടി കേട്ടോ നസീബ. അസീസിയൊക്കെയുള്ള റോഡാട്ടോ പാലത്തിന് മേലെ കൂടി പോണത്. ഇത് നേരെ ദമാം ടു ദമാമിന്ന് പിന്നെ എങ്ങോട്ട് പോകണം? ദമാമ് ജുബൈല്. ഈ റോഡ് മൊത്തം അങ്ങോട്ട് തന്നെയാണ്. അല്ല ആ ഭാഗത്തേക്കുള്ള റോഡാണ് നമ്മളെ ഗ്രാൻഡ് ഹയാത്ത്. അറാംകോന്റെ പഴയ എയർപോർട്ടാണ് ഈ കാണുന്നത്. സൗദി അറാംകോന്റെ. ഇതിപ്പോ വർക്ക് ചെയ്യണില്ലേ? ഇപ്പൊ ഉണ്ടല്ലോ അല്ലേ? നമ്മളെ ഇതിനുള്ള നാഷണൽ ഡേക്കുള്ള മറ്റേ ഫ്ലൈയിങ്ങിന്റെ പരിപാടിയൊക്കെ വിടുന്ന ഈ അറാംകോന്റെ
ഏറെക്കുറെ എല്ലാരും സൈലന്റ് ആയിരിക്കുന്ന വീഡിയോ എടുക്കണോണ്ടാക്കാം. അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ അല്ല, ഒരു സ്വഭാവം പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഉണ്ടല്ലോ. വീഡിയോയില് മാന്യത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാതിരിക്കുന്നത് സൈലന്റ് ആയിട്ട്. ഈ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ വെള്ള അതുണ്ടായില്ലേ, പക്ഷെ അപ്പൊ സൈലന്റ് ആയതാണ്. ഓ പറയാണ് കാര്യപ്പെട്ട ഒരു കാര്യം എന്നോട് പറഞ്ഞേ, എന്നോട് വീഡിയോ കണ്ടുമ്പോ കുറച്ച് ഡീസന്റ് ആവണം, എന്നെ വീഡിയോയിൽ കാര്യമായിട്ട് ഉൾപ്പെടുത്തണ്ട, എന്റെ കാര്യപ്പെട്ട ഒരു കാണുന്നുണ്ട്, എനിക്കത് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ വീഡിയോ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് എടുക്കാനുള്ള. ഞാൻ അവനോട് പറഞ്ഞു ഞാനെടുക്കും. എന്താണ് ഏതൊക്കെ ഓർക്കനെ പറയാ, ഇവിടെ മൈക്ക് കൂടെ ബേക്കറി. ഏത് ബേക്കറി? നെഹ്റാൻ ടെക്നോ വാലി കമ്പനികൾ. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് അറാംകോ. അറാംകോന്റെ അക്കോമഡേഷൻ, അറാംകോന്റെ എല്ലാം സ്റ്റേഡിയം കംപ്ലീറ്റ് ഇതിനകത്ത് എല്ലാം കളിക്കാൻ പറ്റും. അറാംകോന്റെ അത് ഇവിടെ അല്ല, അത് ദമാം കോബാറായി. ഇത് ധാരാളം ഇവിടെ ഉള്ളതിൽ പുറത്തു പോയിട്ട് ഏറ്റവും കൂടുതൽ പരിചയം നസീബിനാണ്. അപ്പൊ കൂടുതൽ അറിവുകൾ നസീബിന് മാത്രമേ ഉള്ളൂ. ഞാൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് സ്ഥലം 1.5 വർഷമായിരുന്നു എനിക്ക് പുറത്തല്ല ഫുള്ള്. അതുകൊണ്ടാണ് എനിക്കറിവ്. ഞാൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് റോഡിന്റെ പേരും അതായത് സ്ഥലങ്ങളെ പേരൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. നിരസിക്കുന്നില്ല. അതാരുടെ റോഡ്, അങ്ങനെ പോണ റോഡ്, ഇങ്ങനെ പോണ റോഡ്, ഓരോ പഞ്ചായത്ത് റോഡൊന്നും ഇല്ല. ഇവിടെ വഴി എത്തിക്കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്തല്ല, ഒരു ജില്ല കടന്ന് തരേണ്ടി വരും. അത്രയും പോകേണ്ടി വരും. അപ്പൊ വണ്ടി ഓടിച്ചല്ല പരിചയം എനിക്കിവിടെ. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഏകദേശം 19 അല്ല 8 വർഷമായി ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ്. അത്രയും കാലം ഞാൻ ഇവിടെ റോഡിൽ നിന്ന് വണ്ടി ഓടിക്കുന്നു. സ്ഥലങ്ങളെ പേര് അണ്ടത്ര പരിചയമില്ല. എന്നാലും എല്ലായിടത്തും ഇപ്പൊ ഈ പോണ സ്ഥലം കംപ്ലീറ്റ് നമ്മൾ പോയത് തന്നെയാണ്. ഇവിടുന്ന് ദമാമുക്കുള്ള റോഡിലേക്കാണ് തിരിയുന്നത്. ഇവിടുന്നാണ് ദമാമുക്കുള്ള എക്സിറ്റ് വരുന്നത്. റൈറ്റ് കയറിയ ദമാമുക്കാണ്. ഈ റോഡ് കയറിയിട്ടാണ് നമ്മൾ നമ്മുടെ ലൈഫ് പാർക്കാ. എന്താണ് പാർക്കിന്റെ പേര്? ലൈഫ് പാർക്ക് പോണ വഴിയാണ്. എന്താ വില്ലകളാ? അടിപൊളി വില്ലകളല്ലേ. ഫുള്ള് VIP ഏരിയ തോന്നുന്നല്ലേ. ഇവിടെ ഈ ഏരിയ കംപ്ലീറ്റ് VIP ഏരിയ ആണ്. അറാംകോ അതിനകത്ത് ലുലുവൊക്കെ ഉണ്ട്. അതിനകത്ത് ലുലു. അതിനകത്ത് ലുലു. പക്ഷെ അതിനകത്ത് കയറാനില്ല, പാസ് വേണം. അറാംകോല് പാസ് വണ്ടിട്ടുണ്ടെങ്കിൽ ആ വണ്ടി പോച്ചു. അത് ശരി. ആ ലുലുവിനകത്ത് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ബോട്ടിലെ 10 രൂപ അവിടെ 20 രൂപ. അതിന്റെ അകത്ത് വില കൂടും. ഈ കോമ്പൗണ്ടിന്റെ ചുറ്റുവട്ടത്ത് കോമ്പൗണ്ട് എന്താണെന്ന് അറിയില്ല. ഇതിന് ചുറ്റുവട്ടത്ത് എന്താണെന്ന് അറിയില്ല. ഇതിന് ചുറ്റും കമ്പനി വെച്ചിട്ട് കണ്ടോ, വണ്ടികളോ ഒന്നുമില്ല. അല്ല ഐ മീൻ ഒരു വീടോ ഒന്നുമില്ല. എന്താ സംഭവം? എന്താണപ്പോ അതറിയില്ല. അത് ഗവൺമെന്റിന്റെ തോന്നുന്നു. ഗവൺമെന്റിന്റെ എന്തോ ഒരു പ്രോപ്പർട്ടിയാണ്, ഒഴിഞ്ഞു കിടക്കുന്ന പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി ഇല്ലാത്തടത്തും പ്രോപ്പർട്ടി എന്ന് പറയുമ്പോ അങ്ങനെയും പറയാം. ഇത് എത്ര സ്ഥലം? ഈ റോഡിനാണ് നമ്മളെ മറ്റേ ഒത്തൈൻ മാൾ ഇവിടെ വലിയ മാൾ. എവിടുക്കാണ്? റിയാദക്കാണ് ഈ റൂട്ടിലല്ലേ? റിയാദ് ഇവിടുന്നല്ല. പോണ വെച്ച് ജിയോഗ്രഫി ഇവിടുന്ന് എങ്ങോട്ടാ? റൈറ്റ് കാണാം. നമ്മളെ മാപ്പില് റൈറ്റ് കാണിച്ചു. റൈറ്റ് എടുത്ത് കയറിയിട്ടുണ്ട്. ഏകദേശം ലൊക്കേഷൻ എത്തിയാ? എത്ര കിലോമീറ്റർ നീ? 2 മിനിറ്റ്. ഇതിന്റെ ഒരു ആ സ്ഥലം പാർക്ക്. നമ്മളെ പാർക്ക് ഇതാണെന്നാണ് തോന്നുന്നത്. ലൊക്കേഷൻ കേട്ടോ അങ്ങോട്ടൊക്കെ കാണിക്കണ്ടല്ലോ ലെഫ്റ്റിക്ക്.
മലർത്തിക്കൽ നസീബ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നമ്മളിവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് പാർക്ക് വരുന്നത്. ആ പാർക്കിലാണ് നമ്മളെ പരിപാടി ഉള്ളത്. ഈ കാണുന്ന പാർക്കില് ആ സൈഡിലായിട്ടാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. നമ്മളെ പരിപാടിയുടെ ലൊക്കേഷൻ വരുന്നത്. കുറച്ച് നടക്കാണ്ട്, കുറച്ച് അങ്ങോട്ട് കയറാണ്ട്. ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്കാണ്. കംപ്ലീറ്റ് വണ്ടികളൊന്നും അറിഞ്ഞിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ വണ്ടിയിട്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് നടന്നു പോകും. ലൊക്കേഷനില് പരിപാടിയുള്ള സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ്. നിയാദ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നിയാദ് ഇവിടെ ഇറങ്ങിയിട്ട് അതാ പോണേ. നിയാദിന്റെ ദിവസം ഒന്ന് വിളിച്ചോണ്ട് നിയാദ് വൈബായി പറഞ്ഞു പോയി. ഒരു രാട്ടടിക്കാം. ആ വീക്കെൻഡ് ആകുമ്പോഴൊരു പ്രത്യേകത. വീക്കെൻഡ് വെള്ളിയാഴ്ചകളൊക്കെ ആകുമ്പോഴെല്ലാവരും അടിച്ചു പൊളിക്കാനും ചിക്കൻ ചൂട് ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഏരിയകളിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഫാമിലീസ് ആണ് കൂടുതലും. വെള്ളിയാഴ്ച രാത്രിയിലും അതുപോലെ വ്യാഴാഴ്ച രാത്രികളിലൊക്കെ അവിടെ വന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ടും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുട്ടികളെ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതീവ ഓണ് ഇവിടെ ലോക്കാണ് എന്ന് തോന്നുന്നു. ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്ന ഏരിയയാണ് തോന്നുന്നത്. കാരണം ഇവിടെ വേറെ എന്തോ പരിപാടികൾക്ക് ടിക്കറ്റ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ പരിപാടി പ്രോഗ്രാം വേറെ എന്തോ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്താൻ പറ്റിയൊരു ഏരിയയാണ് ഇത്. ഇവിടെയുള്ള പരിപാടിയാണ്. കുട്ടികളെന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഉള്ളില്. അതിനാണ് ഈ വേലിയെത്തി മറച്ചിട്ടുള്ളത്. അത് അത്യാവശ്യം വലുപ്പമുള്ള പാർക്കാണ്. അപ്പോ അതാണ് ഈ പാർക്ക് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഗായ്സ് നട്ടം തിരിഞ്ഞു, ചെറുതായിട്ടൊന്ന് നട്ടം തിരിഞ്ഞു ഗായ്സ്. അതായത് ഈ പാർക്കിന്റെ വലുപ്പം കൊണ്ട് ഈ പരിപാടി എവിടെ നടക്കണമെന്നുള്ളത് കുറച്ചൊന്ന് സ്ലിപ്പായി. ഇപ്പൊ കണ്ടുപിടിച്ചില്ല. ലാസ്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ച് ഒരു മലയാളം പാട്ട് കേട്ടിട്ടുണ്ട്. ആ മൂലക്കൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പരിപാടി അവിടെ തന്നെ ആവും എന്നുള്ള പ്രതീക്ഷയിൽ. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു ലോകം തന്നെ അല്ലേ പാർക്ക്. അത് ശരി. അപ്പൊ ഓരോ മൂലത്തിലും ഓരോ പേരാണല്ലേ. നസീബ് പറഞ്ഞ അങ്ങനെ കേട്ടാ. ഒരു പാർക്കിന്റെ ഒരു മൂലത്തേക്ക് ഒരു പേരും ഒരു മൂലത്തേക്ക് വേറെ പേരുമാണ്. അപ്പൊ പടം നയിക്കുന്ന നായകൻ അതാ മുന്നിൽ പോകുന്നു. അദീപാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനലി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഗായ്സ് അതാണ് നമ്മളെ എന്താ പറയാ സ്റ്റേജ്. ഗ്രൗണ്ട് വരുന്നത് അവിടെയാണ്. ഇത് വന്തം വിട്ട പാർക്കാട്ടോ. എല്ലാവർക്കിന്റെ പാർക്കാണ്. ഒരുപാട് ഏരിയകളുണ്ട് ഈ പാർക്കിൽ. നമുക്ക് ടാഗ് കിട്ടിയിട്ടുണ്ട്. ഈ ടാഗ് കൈമല് പ്ലാറ്റിനത്തിന്റെ ആൾക്കാർക്ക് കൈമല് കെട്ടണം എന്നുള്ളതാണ്. നാലാളും ടാഗ് കയ്യിൽ കെട്ടിയിട്ടാ എന്തെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്ത്യന്റെ രാജ്യമാണ്. വെയിറ്റിംഗ് ഫോർ എൻട്രി. അപ്പോൾ നമ്മൾ അകത്ത് കടന്നിട്ടുണ്ട്. ഇതാണ് സിൽവറിലുള്ള സീറ്റ് വരുന്നത്. നമ്മളെ സീറ്റ് താഴത്താണ് പ്ലാറ്റിനം. സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, VIP എന്ന് പറഞ്ഞിട്ടാണ് സീറ്റുകൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ടാഗൊക്കെ കാണിച്ചു കൊടുത്ത് താഴോട്ട് ഇറങ്ങണം. ഈ താഴെ ആ വെള്ള ചെയർ കാണുന്നതാണ് നമ്മളെ ചെയർ വരുന്നത്. ഇവിടെയാണ് ഗോൾഡും സിൽവറും വരുന്നത്. പിന്നെ കാണിച്ചു കൊടുത്ത് ഈ സൗണ്ടിൽ ലേശം ചിലപ്പം മിസ്റ്റേക്ക് ഉണ്ടാവും. കാരണം ഞാനിത് വോയിസ് ഓവർ ചെയ്ത സൗണ്ടാണ്. ഞാൻ വീഡിയോ എടുത്തപ്പം സൗണ്ട് കയറിയിട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമ്മളെ സീറ്റ് വരുന്നത്. ഇതാണ് നമ്മളെ ഈ വെള്ള. വേറെ മുന്നിലായിട്ട് പ്ലാറ്റിനം റെഡ് കാർപ്പറ്റാണുള്ളത്. റെഡ് കാർപ്പറ്റുകളുള്ളത് വേറെ ബാക്കിലായിട്ടാണ് പ്ലാറ്റിനം കിട്ടുന്നത്. അതായത് നിർമ്മാണത്തിന് സ്ഥിരം അതിലൂടെ ലഭിക്കുന്ന
മലയാള മാധ്യമ ലോകത്തിന് ആ അക്ഷരത്താളുകൾ കടൽ കടന്നെത്തുന്നത് പ്രവാസം സ്വപ്നം കണ്ടു. ആ ഗൾഫ് മാധ്യമത്തിന്റെ 25 വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് വേണ്ടി ഹാർമോണിയസ് കേരള ഒരുക്കുന്നു. അതിന്റെ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷനിൽ നമുക്ക് തുടങ്ങാം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരെല്ലാവരും ഈ വേദിയിലേക്ക് വരുന്നുണ്ട്. അതിനൊക്കെ മുമ്പൊന്ന് ഉഷാറായിട്ടിരിക്കുക അല്ലേ എല്ലാവരും? ആ ദമാമിന്റെ സ്നേഹം അറിയിക്കുന്ന ഒരു കൈയടിക്കുന്നേ നോടെ തുടങ്ങാൻ. ഞാൻ അതിനു വേണ്ടിയിട്ട് ഇവിടെ പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. നമുക്കിപ്പോ ആദ്യത്തെ ആളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ നമ്മൾ ആസിഫും കഴിഞ്ഞ് കാണിച്ചത് ആരെയാണെന്ന് കണ്ടോ? നിങ്ങളെയാണ്. കാരണം ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആൾക്കാർ നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടികളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ എൻജോയ് ചെയ്യാന്നുള്ളതും നിങ്ങളുടെ തന്നെ കർത്തവ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളെല്ലാം കറക്റ്റായിട്ട് ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ആരെ കൊണ്ടുവരാം? മലയാള സിനിമയിൽ പ്രണയഗാനമായാലും വിരഹഗാനമായാലും ഇൻസ്പിറേഷണൽ സോങ് ആയാലും ഡിപ്രഷൻ സോങ് ആയാലും നാടൻ പാട്ടായാലും ക്ലാസിക്കലായാലും എല്ലാം ഒരേപോലെ ഗംഭീരമാക്കാൻ ഇന്ന് നമുക്കൊക്കെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. നീയില്ലാതെ ആരുണ്ടിങ്ങനെ പാട്ടിൽ പാടി മയക്കിടാൻ. മലയാളത്തിന്റെ പ്രിയ ഗായിക സിതാര കൃഷ്ണകുമാർ. ഗൾഫ് മാധ്യമം കുടുംബത്തിലെ ഒരംഗമായി ഓരോ തവണയും തന്റെ പാട്ടിലൂടെ നമ്മളെ കോരിത്തെരിപ്പിച്ച ഗായിക. ഹാർമോണിയസ് കേരളയുടെ ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും ഈ വേദിക്ക് പകട്ടുകൂട്ടാനെത്തുന്നു സിതാര കൃഷ്ണകുമാർ. With a huge round of applause, everyone. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ചന്തം ഏനുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമലച്ചന്തം കമ്മലിട്ടോ തൊട്ടു തൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ മലയാളത്തിലും തമിഴിലും നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ. എത്ര പ്രയാസമേറിയ പാട്ടും ആയാസമില്ലാതെ പാടി വിസ്മയിപ്പിക്കുന്ന ഗായകൻ. മലയാളികളുടെ പ്രിയ ഗായകൻ മധു ബാലകൃഷ്ണൻ. ഗൾഫ് മാധ്യമം ഒരുക്കുന്ന ഐക്യത്തിന്റെയും ഒരുമയുടെയും ഈ ആഘോഷരാവിന് മാറ്റുകൂട്ടാൻ ഹാർമോണിയസ് കേരള വേദിയിലേക്ക് ഇതാദ്യമായി എത്തുന്നു മലയാളത്തിന്റെ അഭിമാന ഗായകൻ മധു ബാലകൃഷ്ണൻ. Tamam, show your love and welcome Madhu Balakrishnan. Thank you, Rajana. Now let's get ready for Sidara Krishnakumar on stage, everyone.
തന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഗായകൻ, സ്റ്റാർ സിംഗറിന്റെ സ്വന്തം, കേരളത്തിന്റെ സ്വന്തം ജനപ്രിയ ഗായകൻ ശ്രീരാഗ് ഭരതൻ. ഒരേ സമയം 2 ശബ്ദത്തിൽ പാടി നമ്മുടെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഗായിക. ആരും പാടി നോക്കാൻ ധൈര്യപ്പെടാത്ത തരം പാട്ടുകൾ പോലും ധൈര്യപൂർവ്വം പാടി നമ്മളെ ഞെട്ടിച്ച ഗായിക നന്ദ ജയദേവൻ. കേട്ടിരിക്കുന്നവരെ തന്റെ സ്വരമാധുര്യത്തിൽ മയക്കുന്ന ഗായകൻ. അതെ, സമയം അടിച്ചുപൊളി പാട്ടുകളിലൂടെ വേദിയെ ഇളക്കി മറിക്കുന്ന ഗായകൻ, ശബ്ദം കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗായകൻ ബൽറാം മോഹൻദാസ്. ഗൾഫ് മാധ്യമം അഭിമാനത്തോടെ അവതരിപ്പിക്കുന്നു കേരളത്തിന്റെ അഭിമാനമായ ഈ 5 ഗംഭീര ഗായകരെ, സ്റ്റാർ സിംഗേഴ്സിനെ ഒരുമിച്ച് ഒരേ വേദിയിൽ ഇതാദ്യമായി. For the first time ever, all the star singers ഫിനാലെ പങ്കെടുത്ത ആ ഫൈനലിസ്റ്റുകളായിട്ടുള്ള 5 പേരും ഒരു വേദിയിൽ എത്തുകയാണ്. ഹാർമോണിയസ് കേരളയുടെ ഈ വേദിയാണ്. അപ്പൊ ആ വേദിയിലേക്ക് ഓരോരുത്തരെയായിട്ട് സ്വാഗതം ചെയ്യാം അവരുടെ പാട്ടുകളുമായിട്ട്. ആദ്യം ആര് വേണം? ഞാൻ പറയുന്ന പേര് തന്നെ ആദ്യം വേണമെങ്കിൽ ഒരു വലിയ കൈയടി കൊടുത്തൊന്ന് സ്വാഗതം ചെയ്തേക്കണം. ശ്രീരാഗ് ഭരതൻ everyone. Nanda Dede. Lights on Disha. ഭില്ലം ഭില്ലം ധാങ്കണക്ക ചണ്ടമൃതംഗം മേരെ കാവിൽ പൂരക്കാവടി കോരടി പാട്ടി കച്ചമുറുക്കണ വാൾപ്പയത്തിൽ കൂടിക്കടകൻ ചാടി വടം തിരുത്തി ഞങ്ങളെങ്ങനെ ഇറങ്ങിയതാണ്? മൂത്രയിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. ഒന്നിന് പോകാൻ വേണ്ടിട്ട്. ഒന്നാണ്, 2 അല്ല. അപ്പൊ ഇതാണ് നമ്മളെ സ്റ്റേജ് കാണുന്നത്. നമ്മളെ സീറ്റ് പറഞ്ഞത് അടിയിലാണ്. അവിടെ എത്താണെങ്കിൽ പാട്ട് പോയിട്ട് എല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്യിക്കണേ. വാ പോയേക്കാം. ഒരു വ്ളോഗ് ചെയ്യാനുള്ള ഒരു പാട്. പക്ഷേ ഒരാള് മനസ്സ് വെച്ച് ഇങ്ങനെ കാണിച്ചിറങ്ങില്ല. ആര് വിചാരിച്ചാലും തളർത്താൻ സാധിക്കില്ല എന്ന് തെളിയിച്ചു നിറഞ്ഞ കൈകളോട് തന്നെ അതോട് കുറിച്ച് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. കാരണം ഡെബിറ്റ്രിയിലെ പെർഫെക്ഷനിസ്റ്റ് ആണ് ഞാൻ അടുത്ത വിളിക്കാൻ പോകുന്ന ആർട്ടിസ്റ്റ്. മഹേഷ് കുഞ്ഞിനോ. ദമാമിലെ മലയാളികളോടൊപ്പം ഒരു ഷോ നമ്മുടെ ഹാർമോണിയസ് കേരള വീണ്ടും എന്റെ ഭാഗമായിട്ട് എത്താൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ബാലതാരമായി മലയാള സിനിമയുടെ വെള്ളിത്തിരിയിൽ തെളിഞ്ഞ മുഖം. ടെലിസീരിയലിലും ചെറിയ വേഷങ്ങളിൽ നിന്നും തുടങ്ങി പിന്നീട് മലയാള സിനിമയിലെ ഭാഗ്യ നായികയായി മാറിയ അഭിനേത്രി
നിഖില വിമൽ. തുടരെ തുടരെ വൻ വിജയ ചിത്രങ്ങൾ. വ്യത്യസ്തങ്ങളായ നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം നേടിയ കലാകാരി. ഹാർമോണിയസ് കേരളയുടെ ഈ ഒത്തുചേരലിനെ ആഘോഷാരവത്തിലാക്കാൻ നമ്മളോടൊപ്പം ചേരുന്നു മലയാളികളുടെ പ്രിയ അഭിനേത്രി നിഖില വിമൽ. നിഖില വിമൽ. നിഖില വന്നതിന്റെ ആരോ ആണ് ഇപ്പൊ കേട്ടത്. ഒരു ഹോൺ അടിച്ചല്ലോ അവിടെ. എന്തായിരുന്നത്? ആരും ഊസലം കൊണ്ടുവന്നിരുന്ന ആണോ? അടിപൊളി. ചിലത് കഴിഞ്ഞ് തരണേ, വീട്ടിൽ കൊണ്ടുപോകാനാണ്. ഓക്കെ, ശരി. അപ്പോ നിഖില ഫസ്റ്റ് ടൈം ഇൻ സൗദിയിലും ആദ്യമായിട്ട് നിങ്ങൾ ഇത്രയും പടങ്ങൾ അഭിനയിച്ച് ഇത്രയും നല്ല പാട്ടുകൾ, ആ പോരാമയൊക്കെ പോലുള്ള ഗംഭീര പാട്ടുകളുണ്ട്. എന്നിട്ടും ആ പഴയ തമിഴ് പാട്ടിൽ അറിയപ്പെടാനാണ് യോഗം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതെല്ലാം വരുന്നെങ്കിലും ഗുരുവായൂരമ്പലം നടയിൽ ശരിക്കും തന്ന ഒരു ഐഡന്റിറ്റി ഭയങ്കര രസമായിട്ടില്ലേ? അവിടെ ഈ ഫിലിപ്പ് എങ്ങനെയാണ് ഇപ്പോഴത്തെ മലയാള സിനിമ, ഇപ്പോ നിഖിലയുടെ ലൈഫ്, ഒപ്പം ദമാമിനോട് എന്താണ് പറയാനുള്ളത്? നമസ്കാരം ദമാം. ഒരുപാട് സന്തോഷം. ഗൾഫ് മാധ്യമത്തിൻ്റെ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ദമാമിൽ വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നു. ടിക്കറ്റ്സ് ഒക്കെ സോൾഡ് ഔട്ട് ആയി എന്ന് കേട്ടപ്പം തന്നെ എനിക്കൊരു ആശ്വാസമായി. സാധാരണ പോകുന്ന പരിപാടി ഇത്ര ആൾക്കാർ വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞങ്ങളെല്ലാം കാണാൻ വേണ്ടി ഇവിടെ വന്നതിനും മാധ്യമത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് താങ്ക് യു. ഇനി നമുക്ക് ഓരോ സൈഡിലോട്ടായിട്ട് പോവാം. ഈ സൈഡിലുള്ള ആസിഫ് അലി ഫാൻസ് മാത്രം ഒരു ഇച്ചിരി ബഹളം തരണം. If you are a fan of Asif Ali, make some noise. Okay. ഇനി നമുക്ക് ഈ സൈഡിലോട്ട് പോവാം. ഈ സൈഡിലുള്ള ആസിഫ് അലി ഫാൻസ് മാത്രം make some noise. ഏത് സൈഡിലാണ് ഏറ്റവും വരുന്നത്? നമ്മുടെ നാട്ടിക്ക് ആസിഫിന്റെ നേരെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാര്. If you love Asif Ali, make some noise, everyone. Now going to this side. And now to this side, with the maximum voice possible. 4, 1, 2, 3. Asif Ali! നമ്മൾ ഹാർമണിയിലോട്ടാണ് പോകുന്നതെങ്കിലും അതിനു മുമ്പ് നമ്മൾ നേരത്തെ നടന്നത് വേർതിരിവ് ഇനി കുറച്ചങ്ങോട്ട് വരേണ്ടി വരും. Only the male fans of Asif Ali make some noise. Now the female fans of Asif Ali make some noise. ഏതാ ആസിഫെ വലുത്? Daman! I love you more! Guys, ആദ്യം ഈ വർഷം നിങ്ങൾക്ക് ആസിഫിന്റെ പടങ്ങളെല്ലാം ഇഷ്ടമായെങ്കിൽ ഒരു വലിയ കൈഡി കൊടുത്തേ. ആസിഫ്, അമേസിംഗ് ചോയ്സ് ഓഫ് മൂവീസ്, അമേസിംഗ്. അതിനിടയിൽ അതിന്റെ ഒരു ഡയറക്ടർ അവിടെ ഒളിച്ചിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ജസ്റ്റ് ജോയ്സ് ഹിയർ ഇൻ ദ ഹൗസ്. ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്നൊരു കൈയടി കേട്ടോ എല്ലാ ജസ്റ്റിന് വേണ്ടിയിട്ട്. തലവൻ ഇഷ്ടമായ ആൾക്കാർ ജസ്റ്റിന് ഒരു സ്നേഹം കൊടുത്തേ. അസ്സലാമു അലൈക്കും, നമസ്കാരം. ആദ്യമായിട്ടാണ് ഞാൻ സൗദി അറേബ്യയിൽ ഒരു സ്റ്റേജിൽ വരുന്നത്. യെസ്, അത് ഇതിനു വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരുന്നത് എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഗൾഫ് മാധ്യമത്തിന്റെ 25ാം വാർഷികം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം അല്ലേ? 100%. ഞാൻ ഏറ്റവും കൂടുതൽ നല്ല സിനിമകൾ ചെയ്ത വർഷമാണെന്ന് ഈ വർഷം. ഇത് എനിക്ക് നിങ്ങളുടെ കൂടെ ആഘോഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സൗദി അറേബ്യയിലേക്കുള്ള ഈ സ്റ്റേജിലേക്കുള്ള വരവ് ഇത്രയും നാളും ദൈവം പടച്ചവൻ മാറ്റിവെച്ചതെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇവിടെ വരാൻ പറ്റിയതിലും ഈ തണുപ്പത്ത് ഞാൻ സത്യമായിട്ടും സൗദി അറേബ്യയിൽ ഇത്രയും തണുപ്പുണ്ടെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. ഇട്ടുകൊണ്ട് വന്ന പാന്റ് ഷർട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ജാക്കറ്റ് എന്റെ ഉണ്ട്, തണുപ്പുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ എടുത്തിടാൻ പോകുന്നതാണ്. അതാണ് പറഞ്ഞേ, ഹാർമണിയൊക്കെ കാര്യമാണ്, പക്ഷെ ജാക്കറ്റ് ഇടുന്നത് നല്ലതായിരിക്കും.
അല്ല, പക്ഷെ ഞാനിവിടെ വന്ന് സിദ്ധുവിന്റെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാനും ചാർജ് ആയത്. മിഥുൻ പറഞ്ഞാൽ ആ പാട്ടിന് സിദ്ധുവിന് ഒരു വലിയ കയ്യടി കൊടുത്തിട്ട് നമുക്ക് തുടങ്ങല്ലേ? ഡെഫിനറ്റ്ലി. യെസ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാം ഇന്ന് ഹാർമോണിയസ് കേരളയുടെ ഓപ്പണിംഗ് ഇവിടെ ദമാമിൽ, അതിന്റെ ഇനോഗ്രേഷൻ ആണ് നടക്കാൻ പോകുന്നത്. ആസിഫിനോടൊപ്പം നമ്മുടെ എല്ലാവരെയും കൊണ്ട് വിളിക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ഓക്കെ? ആദ്യം ആസിഫിന്റെ പ്രിയപ്പെട്ട നായിക നിഖില വിമലിനെ കൊണ്ട് വിളിക്കട്ടെ. ആസിഫ് നിഖില വിമൽ ഒരുമിച്ച് അവരെ സിനിമ അറിയോ? വേറെ ഇതുണ്ടല്ലോ, കൊത്ത്. ഓക്കെ, ഇനി നമ്മുടെ മധു ബാലകൃഷ്ണനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ആസിഫിനോടൊപ്പം ഈ ഹാർമോണിയസ് കേരളയുടെ വേദിയിലേക്ക് മധു ബാലകൃഷ്ണൻ, സിത്താര കൃഷ്ണകുമാർ. മജറ പ്ലീസ്. സിത്താര കൃഷ്ണകുമാർ. The star singer Belram, Aravind, Sriraj, Disha, Nanda. നമുക്കൊന്ന് നടുക്കൊണ്ട് വരാം. ഹാർമോണിയസ് കേരളയുടെ ഈ ഒരു അവസരത്തിൽ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ഒഫീഷ്യലായിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് നടത്താൻ പോവാണ്. അതിനുവേണ്ടി നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ആസിഫ് ക്ലിക്ക് ഓൺ ടു ദ സ്ക്രീൻ ആൻഡ് യു കൻ സ്വിച്ച് ഇറ്റ് ഓൺ. മാനവികതയുടെ കളിത്തൊട്ടിൽ, സമാനതകളില്ലാത്ത പല ജാതി മതങ്ങളിൽ പിറന്ന, പല സംസ്കാരങ്ങളിൽ വളർന്ന, പല വിശ്വാസങ്ങളുള്ള 140 കോടി പൗരന്മാരുടെ ഐക്യത്തിന്റെയും ഒരുമയുടെയും പ്രതീകം. ലോക ഭൂപടത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന വാക്യം അന്വർത്ഥമാക്കിയ രാജ്യം സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ. ആ രാജ്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വളർന്ന ഒരു മനോഹരമായ നാട്. അടിത്തറ ഉലയ്ക്കാൻ പാകത്തിനുള്ള നിരവധി വെല്ലുവിളികളെ നേരിടേണ്ടി വന്ന നാട്. മഹാപ്രളയങ്ങളും പേമാരിയും പെയ്തിറങ്ങിയപ്പോഴും അതിൽ തകരാത്ത നാട്. ശക്തമായി അതിജീവിച്ച നാട് നമ്മുടെ കൊച്ചു കേരളം. കാറ്റിലും മഴയിലും പല തവണ തകർന്നപ്പോഴും ജാതി മത രാഷ്ട്രീയ ചിന്തകളില്ലാതെ ഒരുമിച്ച് നിന്ന് അതൊക്കെ പൊരുതി ജയിച്ചു വന്ന സാഹോദര്യത്തിന്റെ ഒരുമയുടെ നാട്. അറബിക്കടൽ അലയടിച്ചു വന്നാലും, സഹ്യൻ ഉരുൾപൊട്ടി വന്നാലും, ആകാശം ഇടിഞ്ഞു പെയ്താലും ഒന്നായി നിൽക്കുന്ന കരളുറപ്പിന്റെ പേര് മലയാളി. മത രാഷ്ട്രീയ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ കണ്ട് മലയാളികളായി കണ്ട ആളുകളാണ് നമ്മൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് കൈയടിക്കുമ്പോൾ ആ കൈയടിക്കുണ്ടാവുന്ന ശബ്ദം ഒന്നാണ് എന്ന് വിശ്വസിച്ച് ആഘോഷിക്കുന്ന ആളുകളാണ് നമ്മൾ. അത് തന്നെ ആയിരിക്കണം ഇന്നും എന്നും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. Absolutely right. If you believe what Asif said, please. ഞാനിനി അടുത്തത് നമ്മളൊരു ആന്തം ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്തും ഈ ആന്തം പാടുമ്പോൾ ഒന്ന് നിങ്ങൾ ഏറ്റു പാടണം എന്ന് ആഗ്രഹമുണ്ട്. ഒപ്പം ഞാൻ എല്ലാവർക്കും ഒന്ന് റിക്വസ്റ്റ് ചെയ്തോട്ടെ. Can you all stand up? Everyone. And take out your mobile phone. സുഖമാകണേ സുഖമാകണേ ഈ ലോകം
കൂട്ടി മഴ പോലെ ആനന്ദം പെയ്തിടണേ. എപ്പോഴും അങ്ങനെ ആവട്ടെ നമ്മളെല്ലാവരും. തീർച്ചയായും അത് തന്നെയായിരുന്നു ലക്ഷ്യവും. കുട്ടനാടൻ കായലിന്റെ ചുറ്റുവെള്ളം കുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി അന്തിക്കൂടൻ കമഴ്ത്തിന നീളങ്ങളു കുടിക്കുമ്പോ പഴകഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ കുഞ്ഞക്കിന് വെള്ളം തേവണം കള്ളിക്കുയിലേ തഞ്ചത്തിന് നീളും പിടിക്കണം വേമ്പനാട്ടു കായൽ തിരകൾ വിളിക്കുന്നു പകതിനി വിമുതൈ അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു പകതിനി വിമുത കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം കുഴയുമ്പോ പാട്ടൊന്നു പാടടി കടക്കറുമ്പി അതിക്കൂട കമഴ്ത്തിന നിളകള്ളു കുടിക്കുമ്പോ പഴകഥ പറയടി പുള്ളിക്കുയിലേ. മറുതിരതുള്ളും ചെറുകരയോളം മറുകരയോളം കസവിന്റെ തട്ടവിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസു വിട്ടൊരു കൊഞ്ചത്തെ ഊന്നാലി പുഴയൊരു വമ്പത്തി ഊന്നാലി പുഴയൊരു വമ്പത്തി അവളുടെ ഒന്നും എന്നും കണ്ടു കുറിച്ചവനും നേരും കണ്ടു നടന്നവ കൂടി കൂടി താരി വളർത്തി കയറൂരി മാറ്റുവണ്ടി പറയത്തി ഊന്നാലി പുഴയൊരു വമ്പത്തി ഊന്നാലി പുഴയൊരു വമ്പത്തി ഊന്നാലി പുഴയൊരു വമ്പത്തി ഊന്നാലി പുഴയൊരു വമ്പത്തി കേരാമ്പലയിലെ വാരി തുകലോടി അസമുല പോലൊഴുകിന്നെ മുഖത്തിനായ കണ്ണേ സുന്ദരമാര പുതുമണിമാര അരങ്ങിനായ മാരൻ അരികിൽ വരവായി കാണാൻ വരവായി. അപ്പൊ നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പരിപാടിയില് നല്ല തണുപ്പാണ്. അപ്പൊ ആസിഫലിനൊക്കെ കണ്ട് അപ്പൊ കുറെ പരിപാടിയിൽ വീഡിയോസിൽ കുറെ നമ്മള് ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇനി നേരെ അടുത്ത പരിപാടി നേരെ റൂമിലേക്ക് പോവാ. നേരെ 11:30 മണിയായി. ഇവിടുത്തെ 11:30 മണിക്കാണ് ഇപ്പൊ ഇവിടെ ഫിനിഷാണ്. കലാസക്കൊട്ടാണ് ഇപ്പൊ സൗണ്ട് കേൾക്കുന്ന ബാക്കില്. അപ്പോ ഇനി അടുത്ത പരിപാടി നേരെ ഫുഡ് കഴിക്കാൻ മാസ ബ്രോസ്റ്റഡ്ക്കാണ് പോണേ. നമ്മളെ അസീസിയിലുണ്ട് മാസ ബ്രോസ്റ്റഡ് എന്നൊരു ഷോപ്പ്. അവിടെ പോയി നല്ല ബ്രോസ്റ്റഡ് കഴിച്ചിട്ട് നേരെ റൂമിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോ റൂമൊക്കെ വണ്ടിന്റെ അടുത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാരും കൊണ്ട് പോയിട്ടുണ്ട്. ഈ പാർക്ക് വലിയൊരു സംഭവമാണ്. വലിപ്പമുള്ള ഒരു പാർക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ വന്ന പാടൊന്ന് തിരിഞ്ഞത്. ഈ പാർക്കില് ഓരോ മൂലക്കലായിട്ട് ഓരോ പേരാണ്. ഇവിടെ എന്താ പറയുക, കോബ്ര പാർക്കാണ്, ലൈഫ് പാർക്കാണ് ഇപ്പോൾ നമ്മൾ വരുന്നത്. നമ്മളിപ്പോൾ പാർട്ടി കഴിഞ്ഞ് വന്നത് ലൈഫ് പാർക്കാണ്. പിന്നെ വേറൊരു മൂന്നുണ്ട്. ഇവിടെ ഉള്ള ഫംഗ്ഷൻസൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് സ്റ്റേജൊക്കെ അയച്ചു കൊണ്ടുപോകുന്ന സീനാണ്. നമ്മളെ വണ്ടിൻ്റെ അടുത്തൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മളെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. റേഞ്ചർ സാഹിബിന്റെ കൂടെ. ഭയങ്കര തണുപ്പാട്ടാ. എത്ര 14 ഡിഗ്രി തണുപ്പ്.
അപ്പൊ മാസ്റ്റർ ബ്രോസ്റ്റഡിലേക്കുള്ള സഞ്ചാരമാണ് അടുത്തത്. മാസ്റ്റർ ബ്രോസ്റ്റ് ആളൊന്ന് വിളിച്ചു പറഞ്ഞോളാ, റെഡി ആക്കിച്ചോളൂ. അതീപ് തൊപ്പി കെട്ടിട്ടുണ്ട്, ഫുള്ള് കവർ ചെയ്തിങ്ങനെ. എന്ത് വിളി? വിളിയല്ല, വിളിക്ക്. അങ്ങനെ അങ്ങനെ പറയും, അങ്ങനെ പറയും. അങ്ങനെ നമ്മളിതാ മാസ ബ്രോസ്റ്റഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാട്ടാ പറഞ്ഞത്. തെറ്റിപ്പോയതാണ്. ഇതാ മാണ്ടേ. എല്ലാരും നല്ല വിശന്നിട്ട് ഇടങ്ങറയിക്കണേ. അത്ര ഒന്നുമില്ല. ഇപ്പൊ കുറച്ച് നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞേ ആശന കായ സാറേ എന്നാണ് മാസ ബ്രോസ്റ്റഡ് അസീസിയിലുള്ള നമ്മളെ ഓർഡർ ഇവിടെ ഉണ്ടായിനി. ഓർഡർ കൊടുത്തത് സ്വീകരിക്കാൻ ലിസ്റ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന അതീത്. ഇതാണ് മാസ ബ്രോസ്റ്റഡ്. അപ്പൊ മാസേന് ഇതാ ഓർഡർ ചെയ്ത ബില്ലേറ്റ് ഞങ്ങളത് എത്ര 72 റിയാല് ടോട്ടല്. 4 ബ്രോസ്റ്റഡ്, 3 ചീഫ് കയറി പോണ്. എന്താ സീറ്റില്ലേ? അപ്പൊ നമ്മളെ ബ്രോസ്റ്റഡ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി തിന്ന് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പരിപാടി. നല്ല വിശക്കുണ്ട്. ഇതാ വിശക്കിന്റെ ആളിതാ വെച്ചോണ്ടിരിക്കണ്. ശിവ അതിതാ പറഞ്ഞോളാ, തിന്നുണ്ടെന്നാലേ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മള് റൂമിലേക്ക് പോവാണ്. അത് കഴിഞ്ഞു. ആ ട്രിക്ക് എന്താണ്? ബ്രോസ്റ്റഡ് തിന്ന പുതിയ ട്രിക്ക് കാണിച്ചു തരാണ്. ബ്രോസ്റ്റഡിന്റെ പാത്രം ഈ പാത്രത്തില് നമുക്ക് ഇങ്ങനെ വലിയ സംഭവമായി പോയി. സുഹൃത്തുക്കളെ, വല്ലാത്തൊരു സംഭവം. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഒന്ന് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിൽ പോവുക, സൈഡ് ആവുക. നല്ല ടയേർഡാണ്, വിശപ്പുണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോവുക, സൈഡ് ആവുക. ഓക്കെ.